ഹായ്. ഇന്ന് ചീരക്കറിയായിട്ടാണ് വന്നേക്കുന്നത്. ഒരു ചീര കൊണ്ട് തണ്ട് ചീര കൊണ്ട് കറി വെക്കാം. നമ്മൾ പല ചീരകളും കൊണ്ട് കറി വെക്കുമല്ലോ. മുരിങ്ങയില കൊണ്ട് വെക്കും, തണ്ട് ചീര കൊണ്ട് വെക്കും, പിന്നെ പാലക്ക്, ഉലുവയില എല്ലാം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കറി വെക്കാം. എല്ലാം ഒരേപോലെ തന്നെയുണ്ട്. ഏകദേശം ടേസ്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചീരകളിലൊക്കെ ആകുമ്പോൾ അയൺ കൂടുതലുള്ളത് കൊണ്ട് എല്ലാവർക്കും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ലേഡീസിന് ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോണിനൊക്കെ കുറച്ച് വീക്ക്നെസ് ഒക്കെ വരുമ്പോൾ അയൺ അടങ്ങിയ ഇലകളും കാൽഷ്യം ഇങ്ങനത്തെ എല്ലാം കഴിക്കണമല്ലോ, സപ്ലിമെൻ്റ് എടുക്കണം. അതിന് പകരം ചീര കഴിച്ചാൽ മതി. ചീരയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് തണ്ട് ചീര എടുത്തിട്ടുണ്ട് ഞാൻ. തണ്ട് ചീരേൻ്റെ കൂടെ ചെറുപയറും കൂടെ ചേർത്താണ് വെക്കുന്നത്. ഒരു കെട്ട് തണ്ട് ചീര എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി, ഒരു കെട്ട് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പകുതി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 2 വെളുത്തുള്ളിയും ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും ഒരു 5, 6 ചെറിയുള്ളി, 3 പച്ചമുളകും ഒരു 2 വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി ചേർത്തിട്ട് അരച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ഈ ചീരയെല്ലാം മുറിച്ച് വൃത്തിയാക്കി വെച്ചു. അതിൻ്റെ കൂടെ 2 ഉള്ളിയും 2 പച്ചമുളകും ഒരു 1-2 തക്കാളിയും കൂടെ ചേർത്ത് അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചീര ഞാൻ ആദ്യം ചെറുപയർ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണം. ചെറുപയർ ഞാൻ കുക്കറിലിട്ട് വേവിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചീര എന്താ ചെയ്തു, ചീനച്ചട്ടി എടുത്ത് അതിനകത്ത് ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഈ ചീരയും കൂടി അതിനകത്തിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് വേവിച്ചെടുത്തു. ചീര വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു തവിയോളം ചീര എടുത്ത് ഞാൻ ജാറിലോട്ട് മാറ്റി വെച്ചു. എന്ന് വെച്ചാൽ ആ ചീരയും കൂടെ നമുക്ക് ഇതിനകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചീരയും കൂടെ അരച്ച് ചേർക്കാം. അതിന് ശേഷം ചീര നല്ലപോലെ വെന്തതിന് ശേഷം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ, ആ ചെറുപയറും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കാം. ചെറുപയർ നല്ലപോലെ വെന്തിരിക്കണം, അന്നേരം നല്ലപോലെ ഇളക്കുമ്പോൾ വേഗം അത് ഉടഞ്ഞു കിട്ടുമ്പോൾ തന്നെ കറിക്ക് ഒരു കൊഴുപ്പായി. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ചയും കൂടെ ചേർത്ത് നല്ലപോലെ അത്യാവശ്യം വെള്ളം, നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ചെറിയ തവയിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ജീരകവും കടുകും എല്ലാം കൂടി ഇട്ട് കടുകും കൂടെ പൊട്ടിച്ച് നമുക്ക് വാങ്ങിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ചീരക്കറി കൂട്ടാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. അപ്പോൾ താങ്ക് യു. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.